ഞാൻ ഇതിന് മുന്നേ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ നമ്മൾ ഒരുമിച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ കിംസ് ശ്രീചന്ദ്രമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഗൈനക്കോളജി വിഭാഗം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ ആദ്യമായിട്ട് താക്കോൽദ്വാര ശസ്ത്രക്രിയ താങ്കളാണ് ആരംഭിച്ചത് അല്ലേ? അത് ഏകദേശം ഒരു 1997 മറ്റേ അതെ ആയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഇവിടെയൊക്കെ വിസിറ്റിംഗ് ഡോക്ടേഴ്സേ വരലുണ്ടായിരുന്നിട്ടുള്ളൂ. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു മറ്റേ എൻഡോസ്കോപ്പിക് സെൻറ്റർ ഉണ്ടായിരുന്നില്ല. തളിപ്പറമ്പാണ് ആദ്യമായിട്ട് ഞാൻ അത് തുടങ്ങി വെച്ചത്. പിന്നെ പതുക്കെ എനിക്ക് 97 മുന്നേ കണ്ണൂരിൽ ഇത്തരം സങ്കീർണ ശസ്ത്രക്രിയ താക്കോൽദ്വാരം ഒരു ശസ്ത്രക്രിയ ആവശ്യമുണ്ടെങ്കിൽ കോഴിക്കോടും മംഗലാപുരത്തേക്കും ആണ് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. കണ്ണൂർ ജില്ലയിൽ അങ്ങനെ ഒരു സംഭവം തുടങ്ങി വെച്ചത് സാറിൻ്റെ നേതൃത്വത്തിലാണെന്ന് എപ്പോഴും പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ അന്ന് തുടങ്ങിയത് സാറ് ആ കാര്യത്തിലാണെങ്കിൽ പോലും ഇന്ന് ഇൻഫെർട്ടിലിറ്റി രംഗത്ത് കണ്ണൂർ ജില്ലയെന്നല്ല കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായി ചെയ്യുന്ന ഡോക്ടർമാരിൽ ഒരാളാണ് താങ്കൾ. ഇപ്പോഴത്തെ പുത്തൻ വിപ്ലവമാണ് റോബോട്ടിക് ശസ്ത്രക്രിയ. അങ്ങയുടെ അഭിപ്രായം എന്താണ് റോബോട്ടിക് ശസ്ത്രക്രിയയെ പറ്റിയിട്ട്? റോബോട്ടിക്സ് അതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും പ്രിസൈസ് ആയിട്ടുള്ള സർജറിക്കും വളരെ ആഭിമുഖ്യമുള്ളതാണ്. അതാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ്. എനിക്ക് തോന്നുന്നു അങ്ങ് ഇപ്പോൾ റോബോട്ടിക്കിൻ്റെ ട്രെയിനിങ് കൂടെ അങ്ങ് മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് എനിക്ക് കണ്ണൂർ ജില്ലയിൽ ആദ്യത്തെ ലാബ് ഗൈനക് സർജൻ ആയതുപോലെ തന്നെ ചിലപ്പോൾ റോബോട്ടിക് ഗൈനക് സർജൻ അങ്ങയുടെ നേതൃത്വത്തിൽ തന്നെ തുടങ്ങും. ഇന്ന് അതിനൊരു സംവിധാനം നമ്മുടെ ആശുപത്രിയിലുണ്ട്. അങ്ങ് അതിൻ്റെ ട്രെയിനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങത് തുടങ്ങാൻ പോകുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ എല്ലാവിധ ഭാവങ്ങളും നമ്മൾ നേരുന്നു. ഇനിയും അത് അങ്ങയുടെ കരൾ സാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ അങ്ങയുടെ കൈകൾ കൊണ്ട് ഒരുപാട് രോഗികൾക്ക് ഗുണമുണ്ടായിക്കോട്ടെ. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ അങ്ങേക്ക് ചെയ്യട്ടെ. ഈ നാളിന് വേണ്ടി ചെയ്യാൻ പറ്റട്ടെ. ഈ കണ്ണൂരിലെ എല്ലാ ജനങ്ങൾക്കും അങ്ങയോട് ആദരവുണ്ട്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ.